തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ആണ് കെ മുരളീധരൻ. അപ്പൊ മന്ത്രിയായി കഴിഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ, പറയേണ്ട ഗതികേട് വരികയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഉത്തരം കെ മുരളീധരൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ മുരളീധരന്റെ കഴിവാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഈ മന്ത്രി. 2 മന്ത്രിസ്ഥാനമാണുള്ളത്, അല്ലെങ്കിൽ 2 മേഖലയാണ് ഇദ്ദേഹത്തിന് ഭരിക്കാനുള്ളത്. ഒന്ന് ആരോഗ്യ മേഖലയാണ്, ഒന്ന് ദേവസ്വം മേഖലയാണ്. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തില് ഭക്തിപൂർവ്വം പോകുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പിതാവിനും ആ ഒരു ശീലം ഉണ്ടായിരുന്നു. ഭക്തിയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, ആളുകൾക്ക് അത് അങ്ങനെയൊക്കെ തന്നെ വേണം. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് അത് മുഴുവൻ മുക്കി തിന്നാം എന്നുള്ള ഏർപ്പാടിലേക്ക് കൂടി ഇദ്ദേഹം കടക്കുമോ എന്നൊക്കെ നാട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പരിഹാസം ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബ സ്വത്തായിട്ട് കിട്ടിയ പോലൊക്കെയാണ്. പരിഹസിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇദ്ദേഹത്തിന്റെ പരിപാടി. ഇന്ന് വീണ ജോർജ് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് നമ്മളെ ഭരിച്ച 10 വർഷത്തിനിടയ്ക്ക് ഒരു 5 വർഷം നമ്മളെ ആരോഗ്യ മേഖലയെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോയ വീണ ജോർജ് ഇങ്ങനെ വന്നിരുന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരാജയപ്പെട്ട വ്യക്തി ഞാനല്ല, അത് കെ മുരളീധരനാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് വാങ്ങിച്ച അടിയാണ്, മണ്ടയ്ക്ക് ചോദിച്ച് വാങ്ങിക്കുകയാണ്. ഇനി ഇതിന്റെ പുറകിലൊരു കാരണമുണ്ട്. ആ കാരണം വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ചേരാം. അത് ഇതാണ്. അത് ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി കണ്ടില്ലേ? ജനം വീട്ടിലിരുത്തിയവരോടൊക്കെ ആര് മറുപടി പറയാൻ? പോയി പണി നോക്കാൻ പറയുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ജനം വീട്ടിലിരുത്തിയത് ആരെയാണ്? ഈ പറഞ്ഞു പോയ വ്യക്തിയാണ്. കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ജനം ഏറ്റവും കൂടുതൽ വീട്ടിലിരുത്തിയിട്ടുള്ളത്. അതും എത്ര തവണ? 1, 2, 3, 4, 5, 6, 7 തവണ ജനം വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങരുത്, കുടുംബത്തെ അവിടെ കുത്തിയിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ വർഷങ്ങൾ പറയാം. 1996, 98, 2004, 2006, 2009, 2021, 2024 എന്നീ വർഷങ്ങളില് ജനം ഏറ്റവും കൂടുതൽ ഈ ഒരു മനുഷ്യനാണ് വീട്ടിലിരുത്തിയിട്ടുള്ളത്. എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അത് ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി ഈ ജനം വീട്ടിലിരുത്തിയോ ഇരുത്തിയില്ലോ എന്നുള്ളതല്ല. ആ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ മുൻ മന്ത്രിയായിരുന്നു. ഇനി അതും വിട്ടേക്ക്, മുൻ ആരോഗ്യമന്ത്രിയായിരുന്നു എന്ന് പറയുന്ന ടാഗ് ലൈനും വിട്ടേക്കുക. അദ്ദേഹം ഈ നാട്ടിലൊരു വോട്ടറാണ്. ഈ നാട്ടിലെ ഏതൊരു വോട്ടറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉത്തരവാദിത്തം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ VD സതീശന് മാത്രമല്ല, പിണറായി വിജയന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരനും ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ അപഹസിച്ച് കാറിൽ കയറിയിട്ട് പോയി പണി നോക്കാൻ പറ എന്ന് പറച്ചിലല്ല വേണ്ടത്. അങ്ങനെ പോയി പണി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ഇറങ്ങും, വൃത്തിക്ക് ഉത്തരം കൊടുക്കും. എന്തായാലും വീണ ജോർജിന്റെ ഉത്തരം കഴിഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയാണ് ഭംഗിയായി തോറ്റതില് ഒരു ചരിത്രം കൂടി കെ മുരളീധരനുണ്ട്. അറിയില്ലെങ്കിൽ അവസാനം വരുന്ന ക്ഷമിക്കുക, ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇത് കേൾക്കാം. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ആണ് കെ മുരളീധരൻ. അടിപൊളി. ഇപ്പൊ മന്ത്രിയായി കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനവിധി നേടിയപ്പോൾ തോറ്റ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കെ മുരളീധരനാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് നമ്മൾ പറയുന്നില്ലല്ലോ. ഇങ്ങനെ നേമം മുതൽ അങ്ങ് വയനാട് വരെ, തിരുവനന്തപുരം ജില്ല കടന്ന് പല ജില്ലകളിലൂടെ കടന്ന് തൃശ്ശൂര്, കോഴിക്കോട്, അങ്ങനെ വയനാട് എല്ലാ ജില്ലകളിലും പോയി മത്സരിച്ച് തോറ്റ വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം കെ മുരളീധരൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് പറയുന്നില്ലല്ലോ. ഇനി നമ്മളത് പറയുന്നില്ലല്ലോ എന്ന് ഇവര് പറയുന്നില്ലേ? നോക്കൂ, ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പരാജയപ്പെട്ട ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ വർത്താനം പറയുന്നത് നിർത്തണം. ജയിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ ചോദ്യം ചോദിച്ചാലും അവരൊരു വോട്ടറാണ്. ജനാധിപത്യപരമായിട്ട് അത്തരം ചോദ്യം ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്.
ഞാനത് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് എന്നല്ല കരുതേണ്ടത്. അതിനു പകരം അപമാനിക്കുന്ന രീതിയിൽ വർത്തമാനം പറയലാണോ ഒരു മന്ത്രിക്ക് ചേർന്നത്? അതൊരു ചേർന്ന രീതിയാണോ? നമ്മുടെ ഒരു കടുകെട്ടി ഭാഷയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ഭൂഷണമാണോ കെ മുരളീധരൻ ചേട്ടാ? അല്ല, ഒട്ടും യോജിക്കുന്ന കാര്യമല്ല. മാന്യം മര്യാദയ്ക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് വേണ്ടത്. ചോദിക്കുന്നത് ഈ കേരളത്തിലെ ഒരു ജനതയാണ്, ഒരു ജനമാണ്, ഒരു വ്യക്തിയാണ്. തൃശ്ശൂരും തോറ്റ് ഡബിൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിനീചമായി, അടിസ്ഥാനരഹിതമായി ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യ മന്ത്രി എന്നുള്ള നിലയിൽ അന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്യുകയും അധിക്ഷേപം ചെയ്യുകയൊക്കെ ചെയ്തത് കെ മുരളീധരൻ അതിന് മുന്നിൽ നിന്ന ആളുകളിൽ ഒരാളാണ്. അന്ന് വളരെ മോശമായ പല പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലേ, എരണം കെട്ടവന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ്. അപ്പോ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ എന്ത് തെണ്ടിത്തരം വിളിച്ചറിയാം. ഭരണപക്ഷത്തെ ആയിക്കഴിഞ്ഞാൽ തന്റെ പുറകിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള ടാഗ് ഉള്ളതുകൊണ്ട് ആ പ്രതിപക്ഷത്ത് പറഞ്ഞ അല്ലെങ്കിൽ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്നൊക്കെ പറയുന്ന അത്തരം വിടുവായത്തരങ്ങളൊക്കെ വിശ്വസിച്ച് കൈയടിച്ച് നടക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ പല ആളുകളും എന്നുള്ളതാണ് സങ്കടകരം. സങ്കടകരം എന്നല്ല, വേറൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ എന്ത് ദുരന്തങ്ങളാണ് കുങ്ങികളെ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകും. മഹാറാണി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ 2-3 പേരെന്നോട് പറഞ്ഞു, ഈ മഹാറാണി എന്ന് കെ മുരളീധരൻ പറയുന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, അദ്ദേഹത്തിന് ആ പേര് മറക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ പറഞ്ഞില്ലല്ലോ, അന്നും പറഞ്ഞില്ല, ഇന്നും പറയുന്നില്ല. അയ്യോ, ഒരു കാര്യം മാത്രം, മഹാറാണി എടേ അതെന്തുവാടാ സുഹൃത്തുക്കളെ? സത്യമായിട്ടും കെ മുരളീധരന് മഹാറാണി എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയമുണ്ട് ഇത്രേ? എന്റെ സുഹൃത്തുക്കളെ, ആ രാഷ്ട്രീയ ചരിത്രം എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ആരെങ്കിലും അറിയെങ്കിൽ ദയവേത് ഇതിന് താത്തൊന്ന് എഴുതിക്കണം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നില്ലേ? എന്താണ് മഹാറാണി എന്നുള്ള പേരുമായിട്ട് കെ മുരളീധരനുള്ള ബന്ധം? അദ്ദേഹത്തിന് അവഹേളനമാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണെന്ന് കാണുന്നു. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ദയവേത് ഇതിന് താഴത്ത് എഴുതി വെക്കണം. ഞാൻ ആ കമന്റ് പിന്നെ ചെയ്ത് വെക്കാം, തീർച്ചയായിട്ടും പിന്നെ ചെയ്ത് വെക്കാം. എല്ലാവരും അറിയണ്ടേ? 100 തവണയല്ല 1000 തവണ പറയേണ്ടി വന്നാൽ അതിലുമപ്പുറം പറയേണ്ട വിഷയങ്ങൾ പറയുക തന്നെ ചെയ്യും. കാര്യങ്ങൾ വസ്തുതാപരമായി പറയുമ്പോൾ അത് പരിഹാസരൂപേണ മറുപടി അതിന് നൽകുമ്പോൾ അത് ഉത്തരം മുട്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. തരം മുട്ടലല്ല, തകർത്ത് തരിപ്പണമാണ്. ഇന്നടക്കം എന്റെ പൊന്നു സുഹൃത്തുക്കളെ 7 പേരാണ് മരിച്ചത്. ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. എന്നിട്ട് പറയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ മഹാഭാഗ്യം ചെയ്തവരാണ് സുഹൃത്തുക്കളെ, മഹാഭാഗ്യം. പ്രളയ സമയത്ത് ഇവരല്ല എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. കൊറോണ ലോകം മുഴുവൻ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇവരല്ല നമ്മൾ ഭരിച്ചത് എന്നുള്ളത് മഹാഭാഗ്യമാണ്. നിപ്പ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന സമയത്ത് ഈ മുരളീധരനും കൂട്ടരുമെല്ലാം നമ്മൾ ഭരിച്ചെന്നുള്ളത് നമ്മുടെ മഹാഭാഗ്യമാണ്. അന്നൊക്കെ നമ്മളെ കൈക്കൊണ്ടത്, നമ്മുടെ കൈവെള്ളയിലിട്ടിട്ട് നമ്മളെ താങ്ങി നമ്മളെ മുന്നോട്ട് നയിച്ചത് ഒരു LDF ഗവൺമെന്റ് ആയിരുന്നു, പിണറായി ഗവൺമെന്റ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വല്പ അഭിമാനമൊക്കെ വെറുതെ തോന്നുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയില്ല, തോന്നുന്നുണ്ടെന്നേ. ബാക്കി കേക്ക്. സംസ്ഥാനത്തെ ഷിഗല്ല കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകും. ഷിഗല്ല മൂലം മരണമുണ്ടാകുന്നു. കോവിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, എല്ലാവിധമായിട്ടുള്ള പകർച്ചവ്യാധികളും കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഓരോരോ വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോ വകുപ്പിനെ ഏകോപനത്തോടെ നയിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ ഇന്നലെ 87 പേർ, ഇന്നിപ്പോ 90 പേർക്കടുത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ വളരെ ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ശാസ്ത്രീയമായ നിലയിൽ രീതികളിലൂടെ
അത് വളരെ വൃത്തിയായിട്ടുള്ള വർത്തനം കേട്ടോ, ശാസ്ത്രീയമായ എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു വിശ്വാസം ആയതുകൊണ്ടേ ഇത് മുഴുവൻ അവസാനം മരണമൊക്കെ സംഭവിച്ച് ദൈവത്തിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലേക്ക് വരും എന്നുള്ളതാണെന്നേ. ദൈവം വിളിച്ചു, അതുകൊണ്ട് ഇപ്പൊ മരണം സംഭവിച്ചു, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് ചിലപ്പോ പറഞ്ഞു കളയും. മുരളീധരനാണ് ഇതൊക്കെ പറഞ്ഞു കളയും. ഇനി അവിടെ കെടുക്കട്ടെ. ഇനി ഇദ്ദേഹം തോറ്റ കണക്കുകളെ കുറിച്ച് പറയണമെങ്കിൽ അതൊരു കണക്കാന്റെ സുഹൃത്തുക്കളെ, എന്തൊരു ഭംഗിയുള്ള നീല കളറിലാണ്. ഇവരെ തന്നെ കളർ ഇടുന്നോട്ടെ അല്ലേ, നീലയാണല്ലോ കോൺഗ്രസിന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കളറ്. ചുവപ്പും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണോ, കാവി BJP ആണല്ലോ. അപ്പൊ നീല കളറിൽ തന്നെ കിടക്കട്ടെ. കെ മുരളീധരൻ വീട്ടിലിരുന്ന തെരഞ്ഞെടുപ്പുകൾ 1996 കോഴിക്കോട്. ഈ ചെങ്ങാതി ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളം മുഴുവൻ കറങ്ങി നടന്നിട്ട് തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാ. 96 കോഴിക്കോട് തോറ്റതാ. 98 തൃശ്ശൂര് പോയി തോറ്റു. 2004 ഈ 2 സ്ഥലം ഒഴിവാക്കിയിട്ട് പിന്നെ വടക്കാഞ്ചേരി പോയി തോറ്റു. 2006 കൊടുവള്ളിക്ക് പോയിട്ട് തോറ്റു. 2009 വയനാട് പോയി തോറ്റു. 2021 നേമത്ത് പോയി തോറ്റു. 2024 വീണ്ടും തൃശ്ശൂർ വന്നിട്ട് വീണ്ടും തോറ്റു. ഇതൊന്നുമല്ലാതെ 7ാം തവണയും അദ്ദേഹം തോറ്റു കഴിഞ്ഞ ശേഷം മന്ത്രിയായിരിക്കെ MLA സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് മത്സരിച്ച് തോറ്റ ഏക വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കേൾക്കണം, മന്ത്രിയായിരിക്കെ MLA സ്ഥാനം നേടാൻ മത്സരിച്ച് തോറ്റ ഏക വ്യക്തി കൂടിയാണ് ഈ പറയുന്ന കെ മുരളീധരൻ. ആ മുരളീധരനാണ് ഈ വളിഞ്ഞ വർത്താനം പറയുന്നത്. അത് ജനം വീട്ടിലിരുത്തിയവിടെ എനിക്ക് ആര് മറുപടി പറയും? പോയി പണി നോക്കാം. എന്തല്ലേ അടിപൊളി. അപ്പൊ സുഹൃത്തുക്കളെ, കാര്യങ്ങൾ ഏകദേശമൊക്കെ വട്ടത്തിയില്ലേ. എല്ലാവർക്കും നല്ല നമസ്കാരം. സുഹൃത്തുക്കളെ, ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ കാണാമെങ്കിൽ സബ് ചെയ്യണേ. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയുണ്ട് എനിക്ക്, സനൂപ് താവോ. അതുകൂടിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാന്നേ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.